ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാരണ കഫേയല്ല. ഈ കഫേനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഈ നമ്മളെപ്പോഴും പറയാറുണ്ട്, സിനിമയിൽ കാണുന്ന ഒരു ശ്രീനിവാസൻ സിനിമയിലെ ഡയലോഗ് പറയാറുണ്ട്, ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തത് കൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും വലിയ പിടുത്തമില്ല എന്ന്. പൊതുവെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ ഒരു പരക്കെ ഒരു പറച്ചിലുണ്ട്. യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വഴങ്ങുന്നത് സ്ത്രീകൾക്കല്ല, പൊതുവെ പുരുഷന്മാർക്കേ അത് വഴങ്ങൂ. അങ്ങനെ ഒരു പറച്ചിൽ നമുക്കിടയിലൊക്കെ പൊതുവിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങളുടെ പുകയും എണ്ണയും ഗ്രീസും ഒന്നും ഈ സ്ത്രീകൾക്ക് പ്രശ്നമേ അല്ല എന്ന ഒരു വിശേഷത്തിലേക്കാണ് പറഞ്ഞു വരുന്നത്. പുരുഷാധിപത്യം നിലനിന്നിരുന്ന ഇരുചക്ര വാഹന അറ്റകുറ്റപ്പണി മേഖലയിലേക്കാണ് കുടുംബശ്രീ അംഗങ്ങളായ ചിലർ സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെയായി ഇറങ്ങിയത്. കാലിക്കടവിലെ സിഗ്നോറയിൽ ഇവർ സദാസമയവും സേവന സന്നദ്ധരായിരിപ്പുണ്ട്. പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന ഈ വർക്ക്ഷോപ്പിനുള്ള പിന്തുണ നൽകുന്നത് കുടുംബശ്രീ മിഷനും റീബിൽഡ് കേരളയും ചേർന്നാണ്. കാലിക്കടവ് സ്വദേശികളായ ബിൻസി ജിജോ, മേഴ്സി, ബിന്ദു ഡൊമിനിക് എന്നിവരാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത്. കുടുംബശ്രീ സാധാരണയായിട്ട് എല്ലാ തരത്തിലുള്ള സംരംഭങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അവനവൻ്റെ വീട്ടിലെങ്കിലും വണ്ടികൾ ഇന്ന് ചെക്ക് ചെയ്യാം എന്ന തരത്തിലാണ് പോയത്. പക്ഷെ ഇങ്ങനെ ഷോപ്പ് ഇടണമെന്നോ അല്ലെങ്കിൽ വേറെ ഇതുപോലെ എത്തിപ്പെടണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല പോയത്. കുടുംബശ്രീ സംരംഭങ്ങളിലൂടെ പരിശീലനവും മേൽനോട്ടവും നിർവഹിക്കുന്ന ജോബ് കഫേയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത മുന്നോട്ട് വരുന്നത്. ഇതിനായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളെയാണ് പദ്ധതി നടത്തിപ്പിനായി തെരഞ്ഞെടുത്തത്. തൽപരരായ കുടുംബശ്രീ അംഗങ്ങൾക്ക് ജോബ് കഫേ പരിശീലനവും നൽകി. 23 സ്ത്രീകളാണ് ആദ്യ ബാച്ചിലുണ്ടായിരുന്നത്. പുത്തൻ സംരംഭത്തിന് നാട്ടുകാർ നൽകിയത് പൂർണ്ണ പിന്തുണ. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്തിലെ ചെമ്മനാട് CDSൻ്റെ കീഴിലാണ് ഞങ്ങൾ 23 വാർഡിലെ അംഗങ്ങളും കൂടിയിട്ട് മ്യൂസിക് ബാൻഡ് ട്രൂപ്പ് തുടങ്ങിയത്. ജില്ലാ മിഷൻ്റെ ജോബ് കഫേയാണ് ഞങ്ങൾക്ക് ഇതിന് 30 ദിവസത്തെ ട്രെയിനിങ് തന്നത്. സതീഷ് മൈച്ച എന്ന അധ്യാപകനാണ് ഞങ്ങൾക്ക് ഇതിന് ക്ലാസ് തന്നത്. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിന് സബ്സിഡി ഫണ്ടും ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത് തുടങ്ങിയത്.
ഇവിടെ വെച്ച് എല്ലാവരും ഫേസ് പെയിന്റിങ്ങും പരിശീലിച്ചു. പരിശീലനത്തിനു ശേഷം ജോബ് കഫേയുടെ നേതൃത്വത്തിൽ പള്ളിക്കര ബീച്ചിലും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലും നടത്തിയ വിപണനമേളയിൽ ഓരോരുത്തരും അവരവർ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുകയുണ്ടായി. റോഡരികുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നമ്മൾ കാണാറുള്ള ഒന്നാണ് സിമന്റ് ഫൈബർ ബോർഡുകൾ. മഞ്ഞയിലും കറുപ്പിലുമായി കാണാറുള്ള ബോർഡുകൾ എന്നും നമ്മൾക്ക് സഹായകരമാകാറുണ്ട്. എന്നാൽ ഈ എഴുത്തിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്തരം നിർമ്മിതികളിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് ഒരു കൂട്ടം വനിതകൾ. ഇടയിലക്കാട്ടിലെ തൂലിക ആക്ടിവിറ്റി ഗ്രൂപ്പിലെ അംഗങ്ങളായ നീന രഞ്ജിത്ത്, ഷീജ വിനോദ്, രാധിക രഘു, അജിത രമേശൻ, സുകന്യ വിജീഷ് എന്നിവരാണ് ഈ പ്രവൃത്തിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യക്തിഗത പൊതുപണി എന്നിവയുടെ സിമന്റ് ഫൈബർ ബോർഡുകളാണ് ഇവർ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു ബോർഡ് ഇറക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം, കട്ട് ചെയ്യേണ്ട, അതിൻ്റെ അളവ് കാര്യങ്ങൾ, അതിൻ്റെ പെയിന്റ്, എല്ലാ കാര്യങ്ങളും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു. ബോർഡ് അവർ ലിസ്റ്റ് തരുന്ന പ്രകാരം എത്ര ബോർഡ് ഉണ്ട് നോക്കിയിട്ട് നമ്മളത് പുറത്തുനിന്ന് ഓർഡർ എടുത്തിട്ട് ഇറക്കും ബോർഡ്. പിന്നെ അത് കട്ടിങ്, അതിൻ്റെ എല്ലാ വർക്കും ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നവരെ എല്ലാ വർക്കും ചെയ്യുന്നത് നമ്മൾ അഞ്ചാൾ തന്നെ. വലിയ പറമ്പ് പഞ്ചായത്തിൽ നിർമ്മിച്ച 1500-ൽ പരം സോഫ്റ്റ്ഫിറ്റിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ബോർഡുകൾ നിർമ്മിച്ച് അവ സ്ഥാപിച്ചു നൽകുന്ന തിരക്കിലാണിന്നിവർ. സ്ത്രീകൾ അധികം കൈവയ്ക്കാത്ത ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് വീട്ടിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെയും ഉദുമ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും കൈപിടിച്ചാണ് ഉദുമയിലെ ഒരു കൂട്ടം വനിതകൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായൊരു നൂതന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഔദ്യോഗിക യൂണിഫോമുകൾ മെനഞ്ഞെടുക്കുന്ന തയ്യൽ കേന്ദ്രം തുടങ്ങാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവർ പൂർത്തിയാക്കി കഴിഞ്ഞു. 5 ആഴ്ച നീണ്ട വിദഗ്ധമായ പരിശീലനം പുതിയ ജോലിയിലേക്ക് മാത്രമല്ല, ഇവർക്ക് പുതിയ ജീവിതത്തിലേക്ക് തന്നെയുള്ള വാതായനമായി മാറി. ഉദുമ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള തയ്യൽ കേന്ദ്രം ഇവർ ആരംഭിക്കുക. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ സേനാംഗങ്ങളുടെ യൂണിഫോമുകളാണ് ഇവർ തന്മയത്വത്തോടെ തയ്ച്ചെടുക്കുന്നത്. സ്വയം തൊഴിൽ എന്നതുപോലെ തന്നെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ അപര്യാപ്തത പരിഹരിക്കാനും മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വളരെ വേഗത്തിൽ തന്നെ ആവശ്യക്കാർക്ക് ലഭ്യമാക്കാനും ഇവർ ലക്ഷ്യമിടുന്നു.